ഡബ്ല്യു ഈക്വൽ ടു സൈൻ സെഡ് എന്നതിൻ്റെ കോമൺ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിലെ പ്രോബ്ലം സെക്ഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പോലെ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ ടു, എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ഈസ് എ സ്ട്രേറ്റ് ലൈൻ ആൻഡ് എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു ഈസ് എൻ അനദർ സ്ട്രേറ്റ് ലൈൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി ലൈൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ ടു അണ്ടർ ദി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അണ്ടർ ദി മാപ്പിംഗ് ഡബ്ല്യു ഈക്വൽ ടു സൈൻ സെഡ്. സൈൻ സെഡിൽ ഈ രണ്ട് സ്ട്രേറ്റ് ലൈൻ എങ്ങനെയാണ് ഡബ്ല്യുയിലേക്ക് ചേഞ്ച് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ബേസിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഈക്വൽ ടു സൈൻ സെഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഓൾറെഡി നമ്മൾ ജനറൽ പ്രൂഫിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡബ്ല്യുവിന് യു പ്ലസ് ഐ വി എന്നും അതുപോലെ തന്നെ സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. വി ഗെറ്റ് യു ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ ആൻഡ് വി ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് വൈ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ ഇതെല്ലാ പ്രോബ്ലത്തിനും കോമൺ ആണ്. ഡബ്ല്യു ഈക്വൽ ടു സൈൻ സെഡ് ആണെങ്കിൽ യു ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈയും വി ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് വൈയും ആണ്. ഇതെല്ലാ പ്രോബ്ലത്തിലും കോമൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സിലും വൈ അല്ലെങ്കിൽ യുവിലും വിയിലും നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. എക്സ് ഈക്വൽ ടു പൈ ബൈ ടു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും യു ഈക്വൽ ടു കോസ് എച്ച് വൈ. എന്താ കാരണം? സൈൻ പൈ ബൈ ടു 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു കോസ് എച്ച് വൈ എന്ന് പറഞ്ഞാൽ കോസ് എച്ച് വൈ കിട്ടും. ആൻഡ് കോസ് പൈ ബൈ ടു 0 ആണ്. സോ വി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് യു എന്ന് പറയുന്നത് കോസ് എച്ച് വൈയും വി എന്ന് പറയുന്നത് 0 ആയിട്ടാണ് കിട്ടുന്നത്. വിച്ച് ഈസ് എ റിയൽ ആക്സിസ് ഫോർ വിച്ച് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാനുള്ള കാരണം കോസ് എച്ച് വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. ടോട്ടൽ പോസിറ്റീവ് ആക്സിസ് വരുന്നില്ല. പോസിറ്റീവ് 0 മുതൽ 1 വരെയുള്ള പോർഷൻ ഇല്ല. 1 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള യു ആക്സിസ് ആണ് നമുക്ക് ആൻസർ കിട്ടണം. കാരണം വി 0 ആണ്. അപ്പോൾ യു ആക്സിസ് മാത്രമാണ് കിട്ടുക. യു ആക്സിൽ തന്നെ നമുക്ക് ഏത് വരെയുള്ളൂ? 1 ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് പൈ ബൈ ടു ആണ്. എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു. ഇപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു എന്ന് പറയുമ്പോൾ സൈൻ മൈനസ് പൈ ബൈ ടു ഈസ് മൈനസ് 1. യു ഈക്വൽ ടു മൈനസ് കോസ് എച്ച് വൈ ആൻഡ് വി ഈക്വൽ ടു 0. കോസ് പൈ ബൈ ടു ആണെങ്കിലും കോസ് മൈനസ് പൈ ബൈ ടു ആണെങ്കിലും 0 തന്നെയാണ്. അപ്പോൾ വി ഈക്വൽ ടു 0 തന്നെയാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ കിട്ടിയതിൻ്റെ ഒരു നെഗറ്റീവ് പോർഷനാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് യു എക്സ് ആണ്. പക്ഷെ അവിടെ ടോട്ടൽ നെഗറ്റീവ് വരില്ല. മൈനസ് 1-നേക്കാൾ താഴെയുള്ള ഭാഗങ്ങൾ മാത്രം. നേരത്തെ നമുക്ക് കിട്ടിയത് 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഇവിടെ കിട്ടുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് 1 വരെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ ടു എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻസ് തന്നെയല്ല, ഒരു സ്ട്രേറ്റ് ലൈൻ തന്നെയായിട്ടാണ് മാറുന്നത്. പക്ഷേ നമുക്ക് അവിടെ ഫുൾ സ്ട്രേറ്റ് ലൈൻസ് ഇല്ല. എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്നുള്ളത് എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു എന്ന് പറയുന്നതും ഒരു വൈ ആക്സിന് പാരലായിട്ടുള്ളൊരു സ്ട്രേറ്റ് ലൈനാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ വരുന്നത്? യു ആക്സിസ് ഒരെണ്ണം 1 ടു ഇൻഫിനിറ്റി, നെക്സ്റ്റ് വൺ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1. ഓക്കെ.